ഒക്കെ നമ്മൾ കടിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ പുളിയുടെ സാധനങ്ങളിൻ്റെ അത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമുക്കറിയാവുന്നില്ല, നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന മുളക് അച്ചാറിന് ഏറ്റവും ഉത്തമം ഒരു നല്ലെണ്ണ തന്നെയാണ്. ഇനി നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ മറ്റെണ്ണയോ ഉപയോഗിക്കാം. പക്ഷേ നല്ലെണ്ണയാണ് പ്രത്യേകിച്ച് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് സാധാരണ കറിക്കിടുന്നതിൽ കൂടുതലായിട്ട് കടുകിടാൻ ശ്രമിക്കുക. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഉലുവയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ തിക്കായിട്ട് എടുത്തേക്കുന്ന ഈ പുളിവെള്ളം ഇതുപോലെ ചേർക്കാം. ചേർത്ത ശേഷം ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കാം. ഇനി ഇത് സാവധാനം മീഡിയം ഹീറ്റിൽ ശരിക്കൊന്ന് തിളക്കണം. അപ്പോൾ ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഏതെങ്കിലും ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് പ്രത്യേകം കളയണം. അത് പ്രത്യേകം ഓർക്കുക. സാവധാനം നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ശരിക്കും ഒന്ന് തിളയ്ക്കണം. നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കൂടി ഞാൻ പറയുന്നു, ഇതിൻ്റെ അകത്ത് ഒരുപാട് പുളിയോ അതല്ലെങ്കിൽ ഒരുപാട് മുളകോ അല്ലെങ്കിൽ എരിവോ വരുമോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും അത്ര എരിവോ അത്ര പുളിയോ വരില്ല. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടി ആഡ് ചെയ്യാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ കായപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. എത്രത്തോളം കായപ്പൊടി. അതോടൊപ്പം തന്നെ നമുക്ക് ചേർക്കണം മറ്റൊന്ന്, നമുക്ക് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ഏകദേശം സാധാരണ നമ്മൾ ഇടുന്ന എല്ലാ കറികൾക്കുമൊക്കെ ഇടുന്നതിൻ്റെ ഇരട്ടിയോളം ഇടാൻ ശ്രമിക്കുക. കാരണം അച്ചാറാകുമ്പോൾ ശരിക്കും ഉപ്പ് വേണ്ടി വരും, അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഏകദേശം ഇത്രത്തോളം ഉപ്പിടുക. അതിനുശേഷം ഇതൊന്നുകൂടി മിക്സ് ചെയ്യാം. ഹീറ്റ് മീഡിയം ആക്കുക. മുളക് പൊടി ഇട്ട ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് ശരിക്ക് സാവധാനം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മുടെ മുളക് ഒരല്പം ശരിക്ക് വേവണം. അപ്പോൾ ഇനിയാണ് നമ്മുടെ